റുബിക്സ് ക്യൂബ് എങ്ങനെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാം എന്ന വീഡിയോ സീരീസിലെ രണ്ടാം പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇത് സോൾവ് ചെയ്യുന്ന ഫസ്റ്റ് പാർട്ട് എങ്ങനെയാണെന്ന് കാണിക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വൈറ്റ് ഫേസ് എപ്പോഴും നമ്മുടെ കൈപ്പത്തിയുടെ താഴെയും യെല്ലോ ഫേസ്, അതായത് മിഡിൽ ഫേസ് യെല്ലോ ആയിട്ടുള്ള കളറിനെയാണ് യെല്ലോ ഫേസ് എന്ന് പറയുന്നത്. യെല്ലോ ഫേസ് എപ്പോഴും ഓപ്പോസിറ്റ് ആയിരിക്കണം. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ടോപ്പ് റോയുടെ, അതായത് ഈ ഒരു ടോപ്പ് റോയുടെ എഡ്ജ് പീസസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ യെല്ലോ മിഡിൽ യെല്ലോയുടെ എഡ്ജ് പീസസ് എന്ന് പറയുന്നത് ഇതൊരു എഡ്ജ് പീസ്, ഇത് മറ്റൊരു എഡ്ജ് പീസ്, ഇതൊരു എഡ്ജ് പീസ്, ഇതൊരു എഡ്ജ് പീസ്. നമ്മളുടെ ഫസ്റ്റ് എയിം എന്ന് പറയുന്നത് ഈ യെല്ലോയുടെ എഡ്ജ് പീസസിൻ്റെ ടോപ്പ് കളർ, അതായത് ഇവിടെ ഓറഞ്ച്, ഇവിടെ ബ്ലൂ, യെല്ലോ, റെഡ്, ഇതെല്ലാം വൈറ്റ് ആക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ വരുമ്പോൾ നടുക്ക് ഒരു യെല്ലോയും അതിൻ്റെ സൈഡിലെല്ലാം ഓരോ വൈറ്റും വരും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു കാര്യം ചെയ്യുന്നതിന് മാത്രം പ്രത്യേകിച്ച് അൽഗോരിതമോ പ്രത്യേകിച്ച് മൂവ്മെൻറ്റ്സോ ഒന്നുമില്ല. അത് നിങ്ങൾ തന്നെ ചെയ്തെടുത്തേ പറ്റുള്ളൂ. കാരണം കുറച്ച് സമയം റുബിക്സ് ക്യൂബ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെ ഇവിടെ ഒരു വൈറ്റ് കൊണ്ടുവരണം എന്നുള്ളത് മനസ്സിലാകും. ഞാനിപ്പോൾ ആ വൈറ്റ് ഉണ്ടോ എന്ന് നോക്കുന്നത് ആദ്യം വെറുതെ ഇങ്ങനെ ഒന്ന് തിരിച്ചു നോക്കിയത്. ഇവിടെ വൈറ്റ് വന്നു, ഇവിടെ വൈറ്റ് ഉണ്ട്. ഇനി ഈ ഒരു എഡ്ജ് പീസിൻ്റെ ഈ കളർ വൈറ്റ് ആക്കണം. അതിന് വെറുതെ തിരിച്ചു നോക്കിയപ്പോൾ വൈറ്റ് ഒന്നുമില്ല. ഇനി ഇവിടെ ഒന്ന് തിരിച്ചു നോക്കാം, വൈറ്റ് വരുന്നുണ്ടോ? ഇല്ല. ഇവിടെ ഉണ്ടോ? ഇവിടെയും ഇല്ല, വൈറ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇനി ഇവിടെ വൈറ്റ് കൊണ്ടുവരണം. എപ്പോഴും ഇതൊരു എഡ്ജ് പീസ് ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു എഡ്ജ് പീസ് വൈറ്റുള്ള ഏതെങ്കിലും ഒരു എഡ്ജ് പീസ് ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഏതെങ്കിലും ഒരു എഡ്ജ് പീസ് വൈറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഒരു എഡ്ജ് പീസ് ഉണ്ട്. ഈ ഒരു ഫേസിലെ എഡ്ജ് പീസ് വൈറ്റ് ആണ്. ഈ വൈറ്റിനെ എനിക്ക് ഇങ്ങോട്ട് മുകളിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് വൈറ്റ് ആയി കഴിഞ്ഞു. ഇനി ഇതുപോലെ ഇവിടെയും വൈറ്റ് ആക്കണം. വൈറ്റ് ആക്കാൻ ഞാൻ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഏതെങ്കിലും എഡ്ജ് പീസസ് വൈറ്റ് ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ വന്നു കഴിഞ്ഞു ഒരു വൈറ്റ് പീസ്. ഇതിനെ എടുത്ത് ഇങ്ങോട്ട് തിരിച്ചു കഴിയുമ്പോൾ ഇതും വൈറ്റ് ആയി കഴിഞ്ഞു. ഇനി അടുത്ത് ഇവിടെയും കൂടെ എനിക്ക് വൈറ്റ് ആക്കണം. അപ്പോൾ എവിടെയോ ഒരു എഡ്ജ് പീസ് വൈറ്റ് ആയിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല, ഇവിടെ ഇല്ല. ഇവിടെ ഒരു എഡ്ജ് പീസ് ഉണ്ട്, വൈറ്റ് ആയിട്ടുള്ളത് എഡ്ജ് പീസ്. അപ്പോൾ അതിനെ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാം? അത് ചെയ്യേണ്ടത് ഇപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നു, ഇവിടെ കൊണ്ടുവന്നു, ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ വരില്ല വൈറ്റ്. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ വന്നതിന് ശേഷം ഈ വൈറ്റിനെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരിക. ഈ ഒരു പോർഷൻ മാത്രമാണ് ഇതിലൊരു അല്പം ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ആദ്യം തോന്നുന്നത്. അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം വളരെ ഈസിയാണ്. ഇതിങ്ങനെ കൊണ്ടുവന്നു, അപ്പോൾ വൈറ്റ് ഇവിടെ വന്നു. ഇനി ഈ വൈറ്റിനെ ഇങ്ങോട്ട് തിരിച്ചു കഴിയുമ്പോൾ വൈറ്റ് വന്നു. ഇതാണ് നമ്മുടെ ആദ്യത്തെ. അപ്പോൾ ഇപ്പോൾ മഞ്ഞയുടെ ചുറ്റുമുള്ള എഡ്ജ് പീസസ് 4 വെള്ളയായി കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ്, നമ്മൾ ആദ്യമായി ഒരു എഡ്ജ് പീസ് എടുക്കുന്നു. ഈ എഡ്ജ് പീസിൻ്റെ ടോപ്പ് കളർ വൈറ്റ് ആണ്, അതിൻ്റെ രണ്ടാമത്തെ കളർ ബ്ലൂ ആണ്. അപ്പോൾ ആ എഡ്ജ് പീസിലെ രണ്ടാമത്തെ കളർ അതിൻ്റെ ഫേസുമായിട്ട് അലൈൻ ചെയ്യണം. അതിൻ്റെ ഫേസ് എന്ന് പറയുന്നത് ഇവിടെ ബ്ലൂ വരണം. ഇത് ബ്ലൂ, ഇവിടെയും ബ്ലൂ ആകണം. ബ്ലൂ ആകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ബ്ലൂ ഫേസിലേക്ക് അലൈൻ ചെയ്യുക. ഇപ്പോൾ ഈ ഒരു വൈറ്റ് എഡ്ജ് പീസിൻ്റെ രണ്ടാമത്തെ കളർ അതിൻ്റെ തന്നെ ഫേസുമായിട്ട് അലൈൻ ചെയ്തു. ബ്ലൂ അലൈൻ ചെയ്തു. അതിനുശേഷം ഇതിനെ 180 ഡിഗ്രി തിരിക്കുക. 90, 180. ഇത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ എഡ്ജ് പീസ് എടുക്കാം. വൈറ്റും റെഡും ആണ് ഇവിടെ. അപ്പോൾ റെഡ് എന്ന് പറയുന്ന ഈ റെഡിൻ്റെ കളർ റെഡിൻ്റെ ഫേസുമായിട്ട് അലൈൻ ചെയ്യണം. അതിന് നമ്മൾ ടോപ്പ് പോർഷൻ പിടിച്ചു വെച്ചിട്ട് താഴത്തെ രണ്ടും തിരിച്ച് റെഡ് ഫേസുമായിട്ട് അലൈൻ ചെയ്തു. അലൈൻ ചെയ്തതിന് ശേഷം വീണ്ടും ഇത് 180 ഡിഗ്രി തിരിക്കുക. അതിനുശേഷം മൂന്നാമത്തെ വൈറ്റ് എഡ്ജ് പീസ് എടുത്തു. അതിൻ്റെ രണ്ടാമത്തെ കളർ ഗ്രീനാണ്. അപ്പോൾ ആ ഗ്രീൻ ഫേസുമായിട്ട് അലൈൻ ചെയ്യണം. അപ്പോൾ നമ്മൾ മുകളിലത്തെ പിടിച്ചിട്ട് രണ്ടാമത്തെ 2 ലൈനും കൂടി തിരിച്ച് ഗ്രീനുമായിട്ട് അലൈൻ ചെയ്തു. അലൈൻ ചെയ്തതിന് ശേഷം 90, 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക. ഇനി ഒരു പീസ് കൂടെ ഉള്ളൂ, വൈറ്റും ഓറഞ്ചും. ഈ ഓറഞ്ച് ഫേസുമായിട്ട് അലൈൻ ചെയ്യണം. ഇപ്പോൾ ഇരിക്കുന്ന റെഡ് ഫേസ് ആണ്, അതിനെ മാറ്റി ഓറഞ്ച് ഫേസിൽ കൊണ്ടുവരാം. ഓറഞ്ച് ഫേസിൽ കൊണ്ടുവന്നു. അതിനുശേഷം വീണ്ടും 1, 2, 180 ഡിഗ്രി തിരിച്ചു. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ താഴെ ഒരു ക്രോസ് വരും, വൈറ്റ് ക്രോസ്. ഇവിടുത്തെ കളർ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. താഴത്തെ എല്ലാ എഡ്ജ് പീസും
വൈറ്റ് കളറിൽ അലൈൻ ചെയ്ത് ഒരു ക്രോസ് ഫോം ആകും. അതോടൊപ്പം ഇവിടെ ഓരോ ഓറഞ്ചിൽ ഒരു 2 ലെയറും ബ്ലൂവിൽ 2 ലെയർ, റെഡ്, ഗ്രീൻ, ഈ രീതിയിൽ ഒരു പാറ്റേൺ ഉണ്ടാക്കിയെടുക്കണം. ഇവിടെ നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് നല്ലതുപോലെ ചെയ്ത് ഈ ഒരു പാറ്റേൺ റെഡിയായി വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്തത് ശരി എന്ന് കണക്കാക്കാം. എന്തെങ്കിലും ഇവിടെ വ്യത്യാസം വരികയാണ്, അതായത് ഇവിടെ വരുന്ന ഈ ക്രോസ് ഈ രീതിയിൽ ഒരു ക്രോസ് ഫോം ചെയ്യുകയും വേണം. ഈ 2 കളേഴ്സും അലൈൻഡ് ആയിട്ട് വരണം. ഇതിപ്പോൾ 2ാമത്തെ പാർട്ട് വീഡിയോ. അടുത്ത 3ാമത്തെ പാർട്ടിൽ അടുത്ത ഒരു സെക്ഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് അപ്ലോഡ് ആകുന്നവരെ കാത്തിരിക്കും.